അസ്സലാമു അലൈക്കും. 14-ാമത്തെയും 15-ാമത്തെയും പേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത് തന്നെയാണ്. നമ്മളത് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ പറഞ്ഞ തന്നെ റിപ്പീറ്റേഷനാണ്. 16-ാമത്തെ പേജ്. ഇസ്മി ഫാത്തിമ, മൈ നെയിം ഈസ് ഫാത്തിമ, അന മിസ്രിയ, ഐ ആം ഈജിപ്ഷ്യൻ, ഞാനൊരു ഈജിപ്ഷ്യനാണ്, എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. അന മിൻ മിസ്ർ, ഞാൻ മിസ്റിൽ നിന്നാണ്. അഹ്ലൻ വസഹ്ലൻ, വെൽക്കം. ഇനി ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് പിക്ചറിൽ മെഹ്മൂദ്, തുർക്കിയ. അപ്പോൾ ഇതേപോലെ പറയണം. ഇസ്മി മെഹ്മൂദ്, അന തുർക്കിയ, അന മിൻ തുർക്കിയ, അഹ്ലൻ വസഹ്ലൻ. നെക്സ്റ്റ് ഖദീജ. ഇസ്മി ഖദീജ, അന സൂരിയ, അന മിൻ സൂരിയ. ഇനി അലി. ഇസ്മി അലി, അന പാകിസ്ഥാനി, അന മിൻ പാകിസ്ഥാന. ഇസ്മി അഹ്മദ്, അന മിസ്രി, അന മിൻ മിസ്ർ. നെക്സ്റ്റ് വൺ, തബാദിൽ. എക്സ്ചേഞ്ച് ദ കോൺവെർസേഷൻ വിത്ത് യുവർ ക്ലാസ്മേറ്റ്. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇതേ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം അങ്ങനെ തബാദിൽ ചെയ്യുക, എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാം. കമാഫി മിസാലി, ഉദാഹരണത്തിലെ പോലെ അല്ലെങ്കിൽ മോഡലിലെ പോലെ. ഹാദ അഹി, ഇതെൻ്റെ ബ്രദറാണ്. ഹുവ മുദരിസുൻ, ഹീസ് എ ടീച്ചർ. അഹ്ലൻ വസഹ്ലൻ. ഇതേപോലെ തന്നെ ഈ അടുത്ത പിക്ചറിൽ ഹാദ ഉഖ്തി, ഇതെൻ്റെ സഹോദരിയാണ്. ഹിയ തബീബ, ഷീസ് എ ഡോക്ടർ. അഹ്ലൻ വസഹ്ലൻ. ഹാദ സ്വദീഖി, ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഹുവ മുഹന്ദിസുൻ, ഹീസ് എൻ എൻജിനീയർ. അഹ്ലൻ വസഹ്ലൻ. നെക്സ്റ്റ് ഹാദ സ്വദീഖി, ഹാദ സ്വദീഖത്തി, ഇതെൻ്റെ കൂട്ടുകാരിയാകുന്നു. ഹുവ താലിബ, അവളൊരു സ്റ്റുഡൻ്റ് ആകുന്നു. അഹ്ലൻ വസഹ്ലൻ. ഹാദ അഖി, ദിസ് ഈസ് മൈ ബ്രദർ. ഹുവ താലിബുൻ, ഹീസ് എ സ്റ്റുഡൻറ്റ്. അഹ്ലൻ വസഹ്ലൻ. ഇങ്ങനെ പറയാനുള്ളതാണ് 16-ാമത്തെ പേജിൽ. നെക്സ്റ്റ് പേജ് നോക്കാം. 17. ഇനിയും ഇതേപോലെ തന്നെ നമ്മൾ ഉദാഹരണത്തിലെ പോലെ നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഈ ഒരു കോൺവെർസേഷന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, കൈഫ ഹാലുക, ബിഖൈരിൻ വൽഹംദുലില്ലാഹ്, മാ ജിൻസിയത്തുക. അപ്പോൾ അതിൻ്റെ ഒക്കെ അർത്ഥം അറിയാമല്ലോ. എന്താണ് നിൻ്റെ ഹാല്? ഞാൻ ഖൈറിലാണ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. മാ ജിൻസിയത്തുക, നിൻ്റെ നാഷണാലിറ്റി എന്താണ്? അന മിൻ പാകിസ്ഥാനി, ഞാൻ പാകിസ്ഥാൻകാരനാണ്. അഹ്ലൻ വസഹ്ലൻ. അതേപോലെ തന്നെ ഇനി ഒരു സ്ത്രീയാണെങ്കിൽ തുർക്കിക്കാരി, സിറിയക്കാരൻ, മിസ്രിയ പറയുമ്പോൾ ഈജിപ്ഷ്യൻ, തുർക്കിക്കാരൻ. ഇങ്ങനെ നമ്മൾ ഫ്രണ്ടുമായിട്ട് നമ്മുടെ സഹപാഠികളുമായിട്ട് ഈ ഹിവാറുകൾ എക്സ്ചേഞ്ച് ചെയ്യുക. ഉദാഹരണത്തിലെ പോലെ മസ്മുക, നിൻ്റെ പേരെന്താണ്? ഇസ്മി ബദർ, എൻ്റെ പേര് ബദർ എന്നാണ്. മിൻ ഐന അൻത, നീ എവിടെ നിന്നാണ്? അന മിൻ തുർക്കിയ, ഞാൻ തുർക്കിയിൽ നിന്നാണ്. ഹൽ അൻത തുർക്കി, നീ ഒരു തുർക്കിക്കാരനാണോ? നഅം അന തുർക്കി, അതെ ഞാൻ തുർക്കിക്കാരനാണ്. അഹ്ലൻ വസഹ്ലൻ. ഇതേപോലെ നെക്സ്റ്റിൽ ഇഖ്ബാലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മസ്മുക, ഇസ്മി ഇഖ്ബാൽ, മിൻ ഐന അൻത, അന മിൻ പാകിസ്ഥാൻ. ഹൽ അൻത പാകിസ്ഥാനി? നഅം അന പാകിസ്ഥാനി. അഹ്ലൻ വസഹ്ലൻ. ഇനി അൻവർ, സൂരിയ. ഇതേപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മസ്മുക, ഇസ്മി അൻവർ, മിൻ ഐന അൻത, അന മിൻ സൂരിയ. ഹൽ അൻത സൂരി? നഅം അന സൂരിയ. നഅം അന സൂരിയ. അഹ്ലൻ വസഹ്ലൻ. നെക്സ്റ്റ് സഈദ്, മിസ്ർ. ഇതേപോലെ തന്നെ മസ്മുക, ഇസ്മി സഈദ്, മിൻ ഐന അൻത, അന മിൻ സൂരിയ. മിസ്റാണ് അല്ലേ. അന മിൻ മിസ്ർ. ഹൽ അൻത സൂരിയ? നഅം അന സൂരിയ. അഹ്ലൻ വസഹ്ലൻ. അത് 17th പേജ്. 18th പേജിൽ നമ്മൾ എക്സ്ചേഞ്ച് തബാദിൽ സുആൽ, ചോദ്യം എക്സ്ചേഞ്ച് ചെയ്യണം. വൽ ജവാബ, ഉത്തരങ്ങളും. സുമലായിക്ക, നിങ്ങളുടെ സഹപാഠിയുമായിട്ട്. ഇസ്മി മുഹമ്മദ്, മസ്മുക. അപ്പോൾ നിങ്ങളുടെ സഹപാഠീൻ്റെ പേര് അവർ പറയും. ഇപ്പോൾ ഇസ്മി അഹമ്മദ്, മസ്മുക. ഇസ്മി അബ്ബാസുൻ, മസ്മുക, എൻ്റെ പേര് അബ്ബാസ് എന്നാണ്. നിൻ്റെ പേരെന്താണ്? ഇസ്മി അലിയുൻ, മസ്മുക. അപ്പോൾ ഇസ്മി ആ കുട്ടീൻ്റെ പേര്. ഇങ്ങനെ നമ്മൾ ഇസ്മി
മുഹമ്മദുൻ, അപ്പോൾ മുഹമ്മദിന് ഇതിൽ വന്നു അല്ലേ, അഹ്മദു ഒക്കെ പറയാം. നെക്സ്റ്റ് അന മിൻ തുർക്കിയ, ഞാൻ തുർക്കിയിൽ നിന്നാണ്. മിൻ ഐന അന്ത, നീ എവിടെ നിന്നാണ്? അന മിൻ പാകിസ്ഥാന. മിൻ ഐന അന്ത, അന മിനൽ ഹിന്ദി, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. മിൻ ഐന അന്ത, അന മിൻ അംരീക്ക. നമുക്ക് ഇഷ്ടമുള്ളത് പറയാം കേട്ടോ, ഏത് രാജ്യങ്ങളുടെ പേര്. സൂരിയ, ഇതിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഇത് മാത്രം പറയാം. അന മിൻ സൂരിയ. മിൻ ഐന അന്ത, നീ എവിടെ നിന്നാണ്? അന മിൻ തുർക്കിയ, ഇങ്ങനെ പറയാം. അടുത്ത നോക്ക്, ജിൻസി, നമ്മുടെ നാഷണാലിറ്റി പറയുമ്പോൾ അന തുർക്കി. മാ ജിൻസിയത്തുക, നിൻ്റെ നാഷണാലിറ്റി എന്താണ്? അന അന പാകിസ്ഥാനി. മാ ജിൻസിയത്തുക. അന മിസ്രി. മാ ജിൻസിയത്തുക. അന തുർക്കി. മാ ജിൻസിയത്തുക. അന എമറാത്തി. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. ഇതിൽ യദ്കുറു കുല്ലു താലിബിൻ ഇസ്മുഹു, എല്ലാ വിദ്യാർത്ഥികളും അതൊക്കെ ഓർത്ത് വെക്കണം. ഇസ്മുൽ ബലദി, അവരുടെ പേര്, അതുപോലെ തന്നെ വസ്മുൽ ബലദിഹി, അവൻ്റെ നാട്, വജിൻസിയത്തുഹു, അവൻ്റെ നാഷണാലിറ്റി ഒക്കെ അവരിങ്ങനെ ഓർത്തിട്ട് ഇതിന് ഈ ഹിവാറ് പ്രാക്ടീസ് ചെയ്യും. നെക്സ്റ്റ് വൺ അജീബ്. അജീബ് പറഞ്ഞാൽ നീ ഉത്തരം നൽകണം. അപ്പോൾ അതിൽ ചോദ്യം കൊടുത്തിട്ടുള്ള അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ എന്താ അതിന് മറുപടി പറയുക? വഅലൈക്കും അസ്സലാം. മസ്മുഖ. ഇസ്മി അഹ്മദു മുഹമ്മദു. എങ്ങനെയാണോ നമ്മുടെ പേര് അതുപോലെ നമ്മൾ ഉത്തരം പറയും. ഇതൊരു പുരുഷനോടാണ് ചോദിക്കുന്നത് കേട്ടോ. സ്ത്രീയോടാകുമ്പോൾ മസ്മുഖി എന്നാണ് വരിക. കൈഫ ഹാലുക? ബിഖൈരിൻ വൽഹംദുലില്ലാഹ്. അങ്ങനെ ഉത്തരം പറയാം. നമ്മൾ നോട്ട് എഴുതി വെക്കുക. മിൻ ഐന അന്ത, നീ എവിടെ നിന്നാണ്? അന മിനൽ ഹിന്ദി. മാ ജിൻസിയത്തുക, നിൻ്റെ നാഷണാലിറ്റി എന്താണ്? അന ഹിന്ദി, ഞാൻ ഹിന്ദിയ, ഞാൻ ഇന്ത്യക്കാരിയാകുന്നു. ഹൽ അന്ത പാകിസ്ഥാനി, നീ പാകിസ്ഥാൻകാരനാണോ? അപ്പോൾ ആണെങ്കിൽ നഅം അന പാകിസ്ഥാനി. അതല്ലെങ്കിൽ ലാ അന ഹിന്ദിയ, സ്ത്രീയാണല്ലോ. അവിടെ അന്തയാണ് അല്ലേ ചോദിച്ചത്, പുരുഷനോടാണ്. ഹൽ അന്ത പാകിസ്ഥാനി, നീ പാകിസ്ഥാൻകാരനാണോ? നഅം അന പാകിസ്ഥാനി. അതല്ലെങ്കിൽ ലാ അന ഹിന്ദി. ഹൽ അന്ത മിൻ സൂരിയ, നീ സിറിയയിൽ നിന്നാണോ? നഅം അന മിൻ സൂരിയ. അതല്ലെങ്കിൽ ലാ അന മിനൽ ഹിന്ദി. അങ്ങനെ പറയാം. മാസ്സലാമൻ്റെ മറുപടി മാസ്സലാമ എന്ന് തന്നെ, ഗുഡ് ബൈ എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഇതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഈ ഒരു ഹിവാറ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇതിൽ മനസ്സിലാക്കേണ്ടത് അന, ഞാൻ, അന്ത, നീ ഒരു പുരുഷൻ, അന്തി, നീ ഒരു സ്ത്രീ, ഹുവ, അവൻ, ഹിയ, അവൾ, താലിബ്, വിദ്യാർത്ഥി, മുദരിസ്, അധ്യാപകൻ, ത്വബീബ, ലേഡി ഡോക്ടർ, താലിബ, സ്റ്റുഡൻറ്റ്, ഫീമെയിൽ സ്റ്റുഡൻറ്റ്, ഹാദ, ഇത്, ഹാദിഹി, ഇത് തന്നെ ഒരു സ്ത്രീ, അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ട് ഹാദിഹി പറയും. ഖാലിദ് ഒരു പേര്. ഇനി അപ്പോൾ നമ്മൾ ഇതിൽ അലാമത്തു സവാബ്, റൈറ്റ് എന്ന ടിക്ക് ഇടണം. കലിമത്തിൽ മുമാസിലത്തി ഫി കുല്ലി മജ്മൂഇൻ, ഇതിലെല്ലാത്തിലും അതേപോലത്തെ വാക്കിൽ ടിക്ക് ഇടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്ന ഹുവ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഹുവ അജീം, അതിൻ്റെ അടിയിലാണ് ഹുവ കിടക്കുന്നത്. ത്വബീബ കിടക്കുന്നത് ദാലിൻ്റെ അടിയിൽ, ഈസിയാണ്. അന്ത എവിടെ കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക, മൂന്നാമത്തെ വാക്കായിട്ട് ജീമിൻ്റെ താഴെ അന്ത. താലിബ എവിടെ താലിബ കിടക്കുന്നത്? രണ്ടാമത്തെ വാക്ക് അല്ലേ. ഇനി അഹുൻ ബ്രദർ, അത് കിടക്കുന്ന മൂന്നാമത്തെ വാക്ക്. ജസ്റ്റ് അത് വേർഡൊന്ന് എവിടെയെന്ന് കണ്ടുപിടിക്കുക, അത്രേ അതിലുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പേജിലുള്ളത് സിൽ കലിമത്തേനിൽ മുത്തമാസിലേനി, ഒരേപോലത്തെ വാക്കുകൾ മാച്ച് ചെയ്യാനാണ്. ഒന്നാമത്തെ കോളത്തിൽ മാ ഉണ്ട്, 9ാമത്തെ നമ്പറായിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ എവിടെയാണ് അത് കിടക്കുന്നത് നോക്കുക. ഇപ്പുറത്തെ പേജിൽ അതല്ലേ, സെയിം വേർഡ് തന്നെയല്ലേ. അതെ, ഇവിടെ താലിബ കൊടുത്തിട്ടുണ്ട് അല്ലേ. താലിബ ഫീമെയിൽ സ്റ്റുഡൻറ്റ്, സെയിം. അപ്പോൾ ഇതിലില്ലേ, ഇപ്പുറത്തെ പേജിലില്ലേ ഉണ്ട്, വാവ് മായാണ്. അടുത്തത് നോക്കൂ, താലിബ ഓൾറെഡി കൊടുത്തു. അന്ത ഇപ്പുറത്തെ പേജിൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ, അന്ത. ഇനി നഅം, 5ാമത്തേത് നഅം. ഇവിടെ എവിടെ നഅം? സായിൽ നഅം ഉണ്ട്. ഇനി അന, 6ാമത്തെ അനയാണ്. അതെവിടെ ഇത് കിടക്കുന്നത്? ഇവിടെ അന വരുന്നത് ലാസ്റ്റ് വൺ അന. ഇനി ഇതിൽ ത്വബീബ ലേഡി ഡോക്ടർ, ത്വബീബ ഇപ്പുറത്തെ പേജിൽ ദാല്, ഇപ്പുറത്തെ കോളത്തിലിട്ടാ ദാല്. ത്വബീബ. മിൻ ഫ്രം, മിന്ന് കിടക്കുന്നത് ബ. അടുത്തത് ഹൽ ആണോ, വെദർ, 1ാമത്തെ വാക്ക്. വിത്ത് കൂടെ, എവിടെ ഇപ്പുറത്തെ കുളത്തിൽ ഹാല്. അസ്സലാമു യാ ഇൽ. ഇത് ജസ്റ്റ്
ഈസിയാണ്, ആ വാക്കുകൾ തമ്മിൽ മാച്ച് ചെയ്യേണ്ടുള്ളൂ. നെക്സ്റ്റ് ഹുവ താലിബുൻ, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. ഹിയ താലിബത്തുൻ, അവളൊരു വിദ്യാർത്ഥിനിയാകുന്നു. ഹുവ മുദരിസുൻ, അവൻ അധ്യാപകനാണ്. ഹിയ മുദരിസത്തുൻ, അവൾ അധ്യാപികയാണ്. അന തുർക്കി, ഞാൻ തുർക്കിക്കാരനാണ്. അന മിൻ സൂരിയ, ഞാൻ സിറിയയിൽ നിന്നാണ്. അന മുഹന്ദിസുൻ, ഞാനൊരു എഞ്ചിനീയറാണ്. അന മിൻ പാകിസ്ഥാനി, ഞാൻ പാകിസ്ഥാനിൽ നിന്നാണ്. ഹിയ മിസ്രിയ, ഞാൻ അവൾ മിസ്രി ഈജിപ്ഷ്യനാണ്, ഈജിപ്റ്റ് നാട്ടിൽ നിന്നാണ്. ഇനി ഇതിൽ നമ്മുടെ അടുത്ത് മനസ്സിലാക്കേണ്ട ലെറ്റർ മനസ്സിലാക്കേണ്ടത് ഹംസ. ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഹംസ ഉണ്ടല്ലോ, ഹംസത്തുൽ ഖത്താനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അത് തുടക്കത്തിൽ വന്നാൽ എങ്ങനെയാണ്, നടുവിൽ വന്നാൽ എങ്ങനെയാണ്, അവസാനത്തിൽ വന്നാൽ എങ്ങനെയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ വരുമ്പോൾ അന, അപ്പോൾ ഹംസത്തുൽ ഖത്ത എഴുതുമ്പോൾ അന, ആ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന ഹംസയാണ് ഹംസത്തുൽ ഖത്ത, അന. ഇനി നടുവിൽ വരുമ്പോൾ സഅല, സഅല. അടുത്തത് തവദ്ദഅ, അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഹംസ. ഇനി ദാല് തുടക്കത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഈ ഹംസൻ്റെ കൂടെ കൂട്ടി ഒന്നും എഴുതൂല. കണ്ടോ, ഹംസ ആദ്യത്തെ ഹംസൻ്റെ കൂടെ കൂട്ടി എഴുതിയിട്ടില്ല, സഅലൻ്റെ കൂടെ കൂട്ടി എഴുതിയിട്ടില്ല. പിന്നെ ലെറ്റർ വിട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. തവദ്ദഅ പിന്നെ എൻഡിൽ വരുന്നതാണ്. ഇനി ദാല് ദാർ കണ്ടോ, ദാല് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വേറൊരു ലെറ്ററും കൂട്ടി എഴുതൂല, ദാർ. നടുവിൽ വരുമ്പോൾ മുദരിസ്, ദാലിൻ്റെ കൂടെ കൂട്ടി എഴുതൂല, മുദരിസ്. വാഹിദ് അവസാനം വരുമ്പോൾ. ഇനി ദാല് ദഹബ, കൂട്ടി എഴുതൂല, ഹാദിഹി ലദീദ്. അപ്പോൾ അത്തരം ഉദാഹരണങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മുറ ബി ഖലമിക അല ഹർഫ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ ഈ ലെറ്റേഴ്സൊക്കെ, ഈ ഹംസ, ദാല് എന്നിവ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇനി ഒരു പേജും കൂടി ഉണ്ട് അല്ലേ, അതും കൂടി എടുത്ത് അവസാനിപ്പിക്കുക കേട്ടോ. ഇനി ഉള്ളത് കൂട്ടി എഴുതാത്ത 6 അക്ഷരമാണ് നമ്മൾ ഒന്നിൻ്റെ കൂടെ കൂട്ടി എഴുതാത്ത. ഒന്ന് അലിഫ്, ദാല്, റ, സ, വാവ്. ഇനി റ നോക്കിയേ, റസുൻ കണ്ടോ, റായിന് ശേഷം മറ്റൊരു ലെറ്റർ അതുമായിട്ട് ജോയിൻ്റ് ആയിട്ട് വേറൊരു ലെറ്റർ വരൂല, വിട്ടിട്ട് എഴുതുള്ളൂ. റസുൻ. തുർക്കി, ബിഖൈറിൻ. ഇനി സ നോക്ക്, സൈനബ്, അസം, അസീസ്. വാവ്, വസഹ്ലൻ, ഹൗല, ഹുവ. അപ്പോൾ ഈ ലെറ്റേഴ്സൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക, വാക്കുകളൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അൽഹംദുലില്ലാ, അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞിട്ടുണ്ട്.